ബാക്കി വരുന്ന ചോറും 2 മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിന്ന് തയ്യാറാക്കുന്നത് മുട്ട പൊറോട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഹെൽത്തിയുമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഇടുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ചോറ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്. ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മൈദാപ്പൊടി എടുത്തു കൊടുക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ അനുസരിച്ചിട്ട് ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇപ്പം ആട്ടയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ആട്ട എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആട്ടയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന ആ ചോറിൻ്റെ പേസ്റ്റില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ മിക്സി കഴുകിയ ജാറിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോറൊന്നും വേസ്റ്റ് ആവില്ല. അപ്പം എന്താ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യോ എണ്ണയോ ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ച് നമുക്ക് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തികച്ചും ഓപ്ഷണലാണ്. വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഞാനത് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ഒരു സവോള, ക്യാബേജ്, ഇത്രയാണ് ഞാൻ എടുത്തിരുന്നത്. നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു ഉള്ളി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിൾസ് ഇടുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് വെജിറ്റബിൾസ് എടുത്തത്. ഉള്ളി മാത്രമായിരുന്നാലും മതിയാകും. ഇനി ഞാൻ 2 മുട്ട കൂടി എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. 2 3 മുട്ട എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 മുട്ടയെ എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതൊന്നും ഇരിക്കേണ്ട കേട്ടോ. വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത് നല്ല ലൂസിൽ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമെങ്കിൽ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എരിവിന് കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കട്ടിയിൽ മിക്സ് ചെയ്യരുത്. പാലൊഴിച്ചിട്ട് കട്ടിയല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയിലോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് നൈസിലോ അല്ല, ഒരു മീഡിയം പരുവത്തിൽ ഒരു ചപ്പാത്തി പരുവത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം.
മാവ് കുറച്ച് നേരം വെക്കണം കേട്ടോ. കുറച്ച് നേരം വെക്കുമ്പോഴാണ് മാവ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകുക. അതിന് ശേഷം വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് മാവ് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴാണ് അത് നല്ല ഒന്ന് സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ ഞാൻ മാവെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. ഇനി അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരുന്ന ഇത് ഇട്ട് കൊടുക്കാം, ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇത് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സിമ്മിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൈദാപ്പൊടി ആകുമ്പോൾ പെട്ടെന്ന് വേഗില്ല. അത് കാരണം സിമ്മിലിട്ട് ചെറുതീയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്നായിത്തീരും. ഇടയ്ക്കിടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ലഞ്ചിന് കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. അത്ര നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾസൊക്കെ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കും. അപ്പോൾ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ചപ്പാത്തി വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. എണ്ണയോ നെയ്യോ ചേർക്കാം കേട്ടോ. നമ്മളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ അതും ആവാം. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് സൈഡും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചപ്പാത്തിയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. കല്ല് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ആവും കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. സിമ്മിലാണെങ്കിൽ കൂടി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. അപ്പം എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന മുട്ട കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഇടവും നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ടൊമാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മളുടെ ഇഷ്ടാനുസരണം പച്ചക്കറി എല്ലാം ഉപയോഗിച്ച് വേണം കേട്ടോ. ഇപ്പോൾ ടൊമാറ്റോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കണം. എല്ലായിടവും നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇനി അധികം കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. മുട്ട മാത്രം വെന്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. രണ്ട് സൈഡും നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേവിച്ചെടുക്കണം. മുട്ട വേകുന്ന ഒരു ടൈം മാത്രമേ എടുക്കുള്ളൂ. ചപ്പാത്തി നമ്മളുടെ വെന്തതാണ്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ ഒഴിക്കേണ്ടി വരും കേട്ടോ. മറ്റേ കല്ലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. ഒട്ടിയൊന്നും പിടിക്കില്ല. നമുക്ക് നന്നായിട്ട് തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളുടെ മുട്ടയൊക്കെ രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുക്കാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടമ്മമാരുടെ ഒരു ടെൻഷനാണല്ലോ, ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ് ലഞ്ച് എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുത്തു വിടാനായിട്ടും പറ്റും കേട്ടോ. കുട്ടികൾ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കും. ഇതൊക്കെ ഒരെണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ വയറ് നിറയും. അത്ര ഹെവി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ മുട്ടയും വെജിറ്റബിൾസും ഇതെല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ഹെവി ഫുഡാണ്. ഒരെണ്ണം തന്നെ കഴിച്ചാൽ ധാരാളം. അപ്പോൾ ടേസ്റ്റിയോടും ഹെൽത്തിയോടും കൂടി നമുക്ക് ഈ മുട്ട പൊറോട്ട ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളുടെ എല്ലാ പൊറോട്ടയും നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. എളുപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മുട്ടയും ബാക്കി വരുന്ന ചോറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഹെൽത്തിയാണ്. നമ്മൾ മൈദ മാറ്റിയിട്ട് ഗോതമ്പ് പൊടി ആക്കിയാൽ മതിയാകും.
കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് കൂടുതൽ ഹെൽത്തി ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ മുട്ട പൊറോട്ട റെഡി ആയിട്ടുണ്ട്. മീതി വരുന്ന ചോറ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.